ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ മാസവുമായി ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഡിസംബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം, അതാണ് ഡിസംബർ അല്ലേ. ഒരു പുതിയ വർഷത്തിനെ നമ്മൾ വരവേൽക്കാൻ തുടങ്ങുന്ന സമയം കൂടിയാണ്. 2024 സുഖ ദുഃഖ സമ്മിശ്രമായി കടന്നുപോയി. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണല്ലേ. ഒരു സുഖം, സുഖത്തിനപ്പുറത്തൊരു ദുഃഖം, ദുഃഖത്തിനപ്പുറത്തൊരു സുഖം, അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യജന്മമെടുത്ത ഏതൊരു മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ 2024 ജീവിച്ചു. ദൈവം അതിനുള്ള സൗഭാഗ്യം തന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെയധികം ദൈവത്തിന് ഈ അവസരം നന്ദി പറയുകയാണ്. നമ്മുടെ ഓരോ ഫ്രണ്ട്സിൻ്റെ ആയുസ്സിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഡിസംബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിൻ്റർ സീസൺ, ഒരു തണുത്ത ശൈത്യ കാലാവസ്ഥയുള്ള ഒരു സമയമാണ് എന്നാണല്ലോ വിൻ്റർ സീസൺ. അതാണല്ലോ ഡിസംബർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ചൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ മഴ, ചിലപ്പോൾ വെയിൽ, അങ്ങനെയൊക്കെ വരാറുണ്ടെങ്കിലും പൊതുവേ ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു തണുപ്പ് കാലം, അതാണല്ലോ നമ്മളുടെ മനസ്സിലേക്കൊക്കെ ഓടി വരുന്നത്. അപ്പോൾ ഞാൻ മുംബൈയിലുണ്ടായിരുന്ന സമയത്ത് ഉള്ള ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. ഒരു ക്രിസ്മസ് മന്തിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അവിടെയുള്ള ലോകപ്രശസ്തമായ തന്നെ ഒരു ചർച്ച് ആണ് മാഹിം ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട്. മുംബൈയിലാണ് മാഹിം ചർച്ച് ഉള്ളത്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ആ ചർച്ചിലേക്ക് പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഡിസംബർ 25 എൻ്റെ മോൾ ജനിക്കുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ളവരെല്ലാവരും പറഞ്ഞു, മോള് ഡിസംബർ 25 ജനിച്ചത്, അപ്പോൾ അവളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ലോകമെമ്പാടും ക്രിസ്മസായി ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എനിക്ക് എൻ്റെ മകൾ പിറന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ മകൾ ജനിച്ചതിന് ശേഷം എല്ലാ പ്രാവശ്യവും മാഹിം ചർച്ചിലേക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഇന്നും എനിക്ക് വിശ്വാസമാണ് ആ ചർച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അവിടെ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അത് നമുക്ക് നടക്കുമെന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം, നന്മയുള്ളതായിരിക്കണമെന്ന് മാത്രം കേട്ടോ. എന്തും പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്മസ് അവസരത്തിൽ നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാ വർഷം ക്രിസ്മസിനും മോളുടെ ബർത്ത്ഡേ കൂടെയാണല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ വയ്ക്കാറുണ്ട്, അത് അലങ്കരിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങ് നാട്ടിൽ വന്നതിന് ശേഷവും ട്രിവാൻഡ്രം പാളയം ചർച്ചുണ്ടല്ലോ, അവിടെ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഡിസംബർ 25 മുന്നേ ഒരു ദിവസം പോയി നമ്മളവിടെ പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് ചർച്ചിൽ വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ തലേദിവസവും ഒക്കെയാണ് ആചാരങ്ങളൊക്കെ, അവിടെ പ്രേയേഴ്സൊക്കെ നടക്കുന്നത്. ക്രിസ്മസിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നു വലിയ പ്രേയേഴ്സൊന്നും നടക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അതിന് മുമ്പാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന അവസരത്തിൽ മുംബൈയിൽ വെച്ച് എനിക്ക് എൻ്റെ സ്കൂളിലെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടി ഒരു ചെറിയ മാതാവിൻ്റെ രൂപം എനിക്ക് തന്നു. ഗിഫ്റ്റായിട്ടാണ് തന്നത്. ഒരു ടീച്ചേഴ്സ് ഡേക്കോ കണ്ടാണ് ആ കുട്ടി എനിക്കത് തന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കതിൻ്റെ പൂജാവിധികളോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നോ ആരാധിക്കേണ്ടതെന്നോ അറിയില്ല. അപ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഞാൻ അതിനെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഷെൽഫ് പോലുള്ള സ്ഥലത്ത് വെച്ചു. ദിവസങ്ങളോളം അത് അവിടെ തന്നെ ഇരുന്നു. ഞാൻ നമ്മുടെ ദൈവത്തിന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു അഗർബത്തി ശമ്പ്രാണിത്തിരി ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ വയ്ക്കുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും, ശരി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ വയ്ക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ക്രിസ്മസ് ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത് അസാമാന്യമായ ഈ മാതാവിന് ചുറ്റും ഒരു ഗ്ലോ, അതായത് ഇത് തിളങ്ങുകയാണ്, ഇരുന്നങ്ങ് പ്രകാശം, അവിടെ മൊത്തം പ്രകാശം, ആ ഷെൽഫ് മൊത്തം പ്രകാശം. ഞാൻ കണ്ണൊന്നുകൂടെ ഇങ്ങനെ ഒന്ന് തിരുമ്മി ഇതായിട്ട് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പിടികിട്ടില്ല. കാരണം മൊത്തം ഡാർക്ക്നെസ്സാണ്,
ഞാൻ എഴുന്നേറ്റ് അടഞ്ഞിരിക്കുന്ന കണ്ണുകളല്ല, തുറന്നിരിക്കുന്ന കണ്ണുകളാണ്. അപ്പോഴും ഞാനിങ്ങനെ കാണുകയാണ്. ഒരുപക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചതാകാം, അതെന്തുമാകട്ടെ. പക്ഷേ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ടു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായ ഒരു അനുഭവമായി മാറിയത്. പിറ്റേ ദിവസം മുഴുവൻ എനിക്ക് ആരോടെങ്കിലും ഇത് പറയണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല. അങ്ങനെ ഞാൻ ഇത് എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറുണ്ട്, ക്രിസ്ത്യൻ ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് മാഡം. ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നത് അസാമാന്യമായ എന്തായിരുന്നു വാക്കുകളിൽ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത അത്രയും പവർഫുള്ളാണ് ഈ മാതാവ്, ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് വാക്കുകളിൽ അവരുടെ പ്രഭാവം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പം ഒരുപക്ഷെ അത് അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ കാണാൻ കഴിയും, അങ്ങനെ പ്രകാശം, അങ്ങനെ ഓറ പോലെ. അത് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ ഒരു ഫീലിംഗ് ആണോ? എൻ്റെ ഫീലിംഗ് വരാൻ ഒരു സാധ്യതയില്ലാത്തൊരു സമയമാണോ എന്ന് ആലോചിച്ച് നോക്കണം. മിഡ് നൈറ്റ് ടൈമാണ്, ലൈറ്റ് എങ്ങും ഇല്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിറ്റേ ദിവസമൊക്കെ എനിക്കൊരു ശരിക്കും പറഞ്ഞൊരു ഫീവർ പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചർച്ചിൽ വെച്ച് ആരാധിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് ഇത് നമ്മൾ ഈ മാതാവിൻ്റെ രൂപം കൊടുക്കണം. ചെറിയൊരു രൂപമാണ്. അപ്പോൾ അത് അങ്ങനെ ഞാൻ ടീച്ചറിൻ്റെ കൈവശം കൊടുക്കുകയും ടീച്ചർ അത് തൊട്ടടുത്തുള്ള ഒരു ചർച്ചിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അവർ സ്ഥിരം പോകുന്ന ഒരു ചർച്ചിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കെന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലേ. എൻ്റെ മകൾ ക്രിസ്മസ് ഡേയിലാണ് ജനിച്ചത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ് അല്ലേ. സാന്താക്ലോസ് എന്ന് പറയുന്നത് നിറയെ മിഠായി പാക്കറ്റുകളുമായി കുഞ്ഞു മക്കളുടെ അടുത്തേക്ക് വരുന്ന ഒരു പ്രവാചകനെ പോലെയുള്ള ഒരു വ്യക്തി ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാക്കുകളിൽ പറയാൻ കഴിയുന്നതല്ല. എല്ലാ ആഘോഷങ്ങൾക്ക് പിറകിലും ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ക്രിസ്മസ് എന്ന് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ വർഷത്തെ ക്രിസ്മസും ഞങ്ങൾ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കേക്കും എല്ലാം വെച്ച് തന്നെ ആഘോഷിക്കും. പതിവ് പോലെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കും. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം പാളയം ചർച്ചിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും അത്. ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിൽ നന്മയുള്ള ഒരു പ്രാർത്ഥന ഏത് ദൈവവും കേൾക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വിശ്വാസം അതെന്ത് തന്നെ ആയാലും അല്ലേ, അത് വിശ്വസിക്കുന്നവർക്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് മാത്രം. അപ്പോൾ നമുക്ക് ഡിസംബർ നല്ല രീതിയിൽ ആഘോഷിക്കാം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു മാസമാവട്ടെ ഇത്. വരുന്ന വർഷത്തിലേക്കുള്ള കാൽവയ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നതിനോടൊപ്പം ഒരു പുതുവത്സരവും ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം അടുത്ത വ്ലോഗിലൂടെ. ഓക്കെ, ടേക്ക് കെയർ.